പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വചനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണേ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രിയപ്പെട്ടവരെ, വലിയ ഘനമേറിയ ഭാരമൊക്കെ എടുത്തോണ്ട് ഓടാൻ സാധിക്കുമോ? പറ്റത്തില്ല അല്ലേ? നമ്മളുടെ ഹൃദയത്തെ അലട്ടുന്ന അനവധി വിഷയങ്ങളില്ലേ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ ഓരോ ചിന്തകൾ കയറി നമ്മൾ കരയാറില്ലേ? ഭാരപ്പെടാറില്ലേ? എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാ, നിങ്ങളുടെ സകല ഭാരവും എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്താം എന്ന് വാക്ക് പറഞ്ഞ അപ്പായുടെ കരത്തിലേക്ക് വേദനിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ കൊടുക്കുക. നിങ്ങൾ സ്വതന്ത്രമായി മുന്നോട്ട് പോകുക. ഭാരം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, യാത്ര ചെയ്യുവാൻ, ഓടുവാൻ സാധിക്കത്തില്ല. ആയതുകൊണ്ട് ഹൃദയത്തിൽ ഭാരമൊന്നും വെക്കണ്ട. എന്തു തന്നെയാണെങ്കിലും അതിപ്പോൾ തന്നെ അങ്ങ് വിട്ടുകള. അപ്പ ഭാരങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ അവിടെ സ്വാതന്ത്ര്യമാ. അതിനെ ചൊല്ലി നാം വീണ്ടും ഭാരപ്പെടേണ്ട, വേദനിക്കേണ്ട കാര്യമില്ല. അടുത്തത് അവിടെ പറയുന്നു, മുറുകെ പറ്റുന്ന പാപം. ശരിയാ, വിട്ടുകളഞ്ഞാലും നമ്മെ വിട്ടുപോകാത്ത ചില പാപ സ്വഭാവങ്ങൾ, അതിന് അപ്രകാരമുള്ള ഏതെങ്കിലും പാപത്തിന് നിങ്ങൾ അടിമയാണോ? ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അതിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രനാക്കും. അതേ പ്രിയപ്പെട്ടവരെ, അപ്പ നമുക്കായി ഒരു നിത്യഭവനം ഒരുക്കുന്നു. ആ ഭവനത്തിലേക്കുള്ള യാത്രാ മധ്യയ നാം ഓരോരുത്തരും എപ്പോൾ പേർ വിളിക്കുമോ അപ്പോൾ കടന്നു പോകണം. ഈ പറഞ്ഞ ഭാരവും പാപവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നാം അനുവദിക്കുകയാണെങ്കിൽ നിത്യതയിലേക്കുള്ള യാത്ര സുഗമമാകത്തില്ല. ഇപ്പോൾ അതിനെ ഉപേക്ഷിക്കുവാൻ നമുക്ക് ഒരുമിച്ച് തീരുമാനമെടുക്കാം. എല്ലാ ഭാരവും ഹൃദയങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. നിങ്ങളുടെ ഹൃദയം ദൈവിക സമാധാനത്താലും സന്തോഷത്താലും നിറയപ്പെടട്ടെ. ഉപേക്ഷിക്കുവാൻ പറ്റാത്ത ചില പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ഒരു വലിയ ആത്മീക സ്വാതന്ത്ര്യം ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി നന്ദി. ഈ കേട്ട വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ, ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഏകാഗ്രമായി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ വേദനപ്പെടുത്തുന്ന കാര്യങ്ങൾ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് അതേറ്റിരിക്കയാൽ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ, ഹൃദയത്തിൽ വലിയ ദൈവിക സമാധാനം ഇപ്പോൾ നിറയുന്നതിനായി നന്ദി അപ്പ. മുന്നോട്ട് പോകുവാൻ അനുവദിക്കാതെ പിന്നോട്ട് വലിക്കുന്ന പാപ സ്വഭാവങ്ങൾ, അഡിക്ഷൻസ് ഇപ്പോൾ പ്രിയപ്പെട്ടവരിൽ നിന്ന് അഴിഞ്ഞു മാറിട്ട് ഒരു വലിയ സ്വാതന്ത്ര്യം, ആത്മീക സ്വാതന്ത്ര്യം വ്യക്തിത്വങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ അധികം ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മറ്റാരേക്കാൾ, എന്തിനേക്കാൾ അധികം ഞങ്ങൾക്ക് അങ്ങയെയും അങ്ങൊരുക്കുന്ന നിത്യതയും വേണം നാഥ. അതിന് തടസ്സമായി എന്റെയോ എൻ്റെ പ്രിയപ്പെട്ടവരുടെയോ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുതേ. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.